യേശുവിന്റെ പീഡാനുഭവ രംഗങ്ങൾ. ആൻ കാതറിൻ എമറിച്ചിന്റെ ദർശനങ്ങൾ. അധ്യായം 10. ഈശോ ഒലിവ് തോട്ടത്തിൽ. വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിന് ശേഷം ഈശോയും 11 ശിഷ്യന്മാരും മുറിയിൽ നിന്നിറങ്ങി. ഈശോയുടെ ആത്മാവ് അതീവ ദുഃഖത്തിൽ ആണ്ടിരുന്നു. ദുഃഖത്തിന്റെ തീവ്രത അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ജോസഫ താഴ്വരയിലേക്ക് ഈശോ തന്റെ ശിഷ്യന്മാരെ നയിച്ചു. അത് അവർ സാധാരണ നടന്നിരുന്ന വഴിയിലൂടെ ആയിരുന്നില്ല. ഈ സമയം ചന്ദ്രൻ പൂർണ്ണത പ്രാപിച്ചിരുന്നില്ല. ദിവ്യനാഥൻ തന്റെ അരുമ ശിഷ്യരുമൊത്ത് ആ മലയുടെ താഴ്വരയിലൂടെ ചുറ്റി നടന്നു. ലോകത്തെ വിധിക്കുന്നതിനായി താൻ ഇവിടെ വീണ്ടും ഒരിക്കൽ വരുമെന്നും അത് ദാരിദ്ര്യത്തിന്റെയും അപമാനത്തിന്റെയും നിലയിൽ ആയിരിക്കുകയില്ലെന്നും അന്ന് ജനങ്ങൾ ഭയന്നു വിറച്ച് മലകളെ ഞങ്ങളെ മൂടുവിൻ എന്ന് പറയുമെന്നും അവിടുന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു. പക്ഷേ ശിഷ്യന്മാരിൽ ആർക്കും അവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. മറ്റു ചില അവസരങ്ങളിൽ അവർ ചിന്തിച്ചിരുന്നത് പോലെ തളർച്ചയും ക്ഷീണവും അവിടുത്തെ തലച്ചോറിനെ ബാധിച്ചിരിക്കുന്നു എന്നവർ വിചാരിച്ചു. അവിടുന്ന് അവരോട് വീണ്ടും പറഞ്ഞു, ഈ രാത്രി നിങ്ങളെല്ലാവരും എന്നിൽ ഇടപെടും. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറിപ്പോവുകയും ചെയ്യും. എന്നാൽ ഉയർത്തെഴുന്നേറ്റ ശേഷം ഞാൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകും. പരിശുദ്ധ കുർബാനയുടെ സ്വീകരണവും കർത്താവിന്റെ സ്നേഹപൂർവകമായ വാക്കുകളും മൂലം ശിഷ്യന്മാർക്ക് സാമാന്യം തീഷ്ണതയും ഭക്തിയും അപ്പോഴും അനുഭവപ്പെട്ടിരുന്നു. അവർ എല്ലാവരും ചുറ്റും കൂടി 1000 വിധത്തിൽ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുകയും തങ്ങൾ ഒരിക്കലും അവിടുത്തെ ഉപേക്ഷിക്കുകയില്ലെന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തു. ഈശോയാകട്ടെ അവരോട് അതേ രീതിയിൽ തുടർന്ന് സംസാരിച്ചു. അപ്പോൾ പത്രോസ് ഇപ്രകാരം ഉറക്കെ പ്രഖ്യാപിച്ചു, എല്ലാവരും നിന്നിൽ ഇടറിയാലും ഞാൻ നിന്നിൽ ഇടറുകയില്ല. യേശു അവനോട് പറഞ്ഞു, സത്യമായി നിന്നോട് ഞാൻ പറയുന്നു, ഈ രാത്രി കോഴി കൂകുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം നിഷേധിച്ചു പറയും. എന്നാൽ പത്രോസ് തുടർന്നു, നിന്നോട് കൂടി മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ നിഷേധിക്കുകയില്ല. ഇങ്ങനെ തന്നെ മറ്റെല്ലാ ശിഷ്യന്മാരും പറഞ്ഞു. അവർ മുമ്പോട്ട് നടന്നു. എങ്കിലും ക്രമേണ ഓരോരുത്തരായി നിന്നു. കാരണം കർത്താവിന്റെ ദുഃഖം വർദ്ധിച്ചു വരികയായിരുന്നു. അവിടുന്ന് മുൻകൂട്ടി കണ്ട കാര്യങ്ങൾ സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞ് ശിഷ്യന്മാർ മാനുഷികമായ രീതിയിൽ അവിടുത്തെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. തങ്ങളുടെ പരിശ്രമങ്ങളെല്ലാം വിഫലമായെന്ന് കണ്ടപ്പോൾ അവർ സംശയിക്കാനും പ്രലോഭനങ്ങൾക്ക് വിധേയരാകുവാനും തുടങ്ങി. യേശു ശിഷ്യന്മാരോട് കൂടെ കെദ്രോൺ അരുവിയുടെ അക്കരെ എത്തി. മണിക്കൂറുകൾക്ക് ശേഷം യേശു ബന്ധനസ്ഥനായി നയിക്കപ്പെടാനിരുന്ന സാധാരണ വഴിയിലുള്ള പാലം കടക്കുന്നതിന് പകരം മറ്റൊരു വഴിയിലൂടെയാണ് അവർ പോയത്. അവർ ലക്ഷ്യം വെച്ച ഗത്സമനി അന്ത്യത്താഴം കഴിച്ച ഹാളിൽ നിന്ന് ഏകദേശം 1.5 മൈൽ ദൂരത്തായിരുന്നു. അതായത് ജോസഫ താഴ്വരയിലേക്ക് 3/4 മൈലും അവിടെ നിന്ന് ഗത്സമനിയിലേക്ക് 3/4 മൈലും. യേശു ശിഷ്യന്മാരോടൊപ്പം പലപ്പോഴും രാത്രി ചിലവഴിച്ചിരുന്ന ഒരു വലിയ തോട്ടമാണ് ഗത്സമനി. കുറ്റിച്ചെടികളാൽ ചുറ്റപ്പെട്ട അതിനുള്ളിൽ പലവിധത്തിലുള്ള പഴങ്ങൾ നൽകുന്ന വൃക്ഷങ്ങളും പലതരം പൂച്ചെടികളും ഉണ്ടായിരുന്നു. അതിനു പുറത്തായി തുറന്നു കിടക്കുന്ന ഉപേക്ഷിക്കപ്പെട്ട ഏതാനും പഴയ കെട്ടിടങ്ങളും കാണപ്പെട്ടു. ഈ തോട്ടത്തിന്റെ താക്കോൽ ശിഷ്യന്മാരുടെ കൈകളിൽ എന്ന പോലെ മറ്റു പലരുടെയും കൈവശം ഉണ്ടായിരുന്നു. ചിലപ്പോൾ അവർ ഇതിനെ കേളീവനമായും മറ്റു ചിലപ്പോൾ പ്രാർത്ഥനയ്ക്കുള്ള ഏകാന്ത സ്ഥലമായിട്ടും ഉപയോഗിച്ചിരുന്നു. മരച്ചില്ലകളും ഇലകളും ചേർത്തുണ്ടാക്കിയ ഏതാനും വിശ്രമ സങ്കേതങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. യേശു പ്രാർത്ഥിക്കുവാനായി അല്പദൂരത്തേക്ക് പോയപ്പോൾ കൂടെ കൊണ്ടുപോകാതിരുന്ന സ്ലീഹന്മാർ 8 പേരും അവിടെ തങ്ങി. മറ്റു ശിഷ്യന്മാരിൽ ചിലരും അവരോട് ചേർന്നു. ഗത്സമനിയും ഒലിവ് തോട്ടവും തമ്മിൽ വേർതിരിക്കുന്ന ഒരു പാത ഉണ്ട്. ഒലിവ് തോട്ടത്തിന് ചുറ്റും മൺമതിലുണ്ടായിരുന്നു. എന്നാൽ അത് എപ്പോഴും തുറന്നു കിടന്നിരുന്നു. ഒലിവ് തോട്ടം ഗത്സമനിയേക്കാൾ ചെറുതായിരുന്നു. എങ്കിലും ധാരാളം ഗുഹകളും ഒലിവ് വൃക്ഷങ്ങളും ഉണ്ടായിരുന്ന അവിടെ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും യോജിച്ച സ്ഥലം കണ്ടുപിടിക്കുവാൻ എളുപ്പമായിരുന്നു. അതിൽ ഏറ്റവും ഇടതൂർന്ന സ്ഥലമാണ് ഈശോ പ്രാർത്ഥനയ്ക്കായി തിരഞ്ഞെടുത്തത്. രാത്രി 9 മണിയോടടുത്ത സമയം ഈശോയും ശിഷ്യന്മാരും ഗത്സമനിയിലെത്തി.
ചന്ദ്രൻ ഉദിച്ചിരുന്നുവെങ്കിലും ആകാശത്ത് മാത്രം പ്രഭ ചൊരിഞ്ഞു നിന്നു. ഭൂമിയിൽ അന്ധകാരമായിരുന്നു. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, ആപത്ത് ഏറ്റവും സമീപത്ത് എത്തിയിരിക്കുന്നു. ഇത് കേട്ട് ശിഷ്യന്മാർ അസ്വസ്ഥരും ദുഃഖിതരുമായി. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ മാറ്റി നിർത്തിയിട്ട് മറ്റു 8 ശിഷ്യന്മാരോടായി ഈശോ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ആയിരിക്കുക, ഞാൻ പോയി പ്രാർത്ഥിക്കട്ടെ. അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ഒലിവ് തോട്ടത്തിലേക്ക് പോയി. തീവ്രവേദന ഈശോയുടെ ആത്മാവിനെ തളർത്തി. അടുത്തു വരുന്ന വേദനാജനകമായ നിമിഷങ്ങൾ, പരീക്ഷയുടെ സമയം, കുരിശിൽ കിടക്കുന്ന മണിക്കൂറുകൾ. യോഹന്നാൻ ഈശോയോട് ചോദിച്ചു, ഞങ്ങൾക്ക് എപ്പോഴും ആശ്വാസവും ധൈര്യവും പകരുന്ന അങ്ങിപ്പോൾ ഇത്രയധികം പര്യാകുലനാവുകയും അധൈര്യപ്പെടുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? ഈശോ പറഞ്ഞു, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു. പരീക്ഷകളും സഹനങ്ങളും അടുത്തടുത്ത് വരുന്നതും തന്നെ വലയം ചെയ്യുന്നതും അവിടുന്ന് ദർശിച്ചു. മേഘങ്ങളിൽ സംഭവിക്കപ്പെട്ട ഭീകരരൂപങ്ങൾ അവിടുത്തെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ തന്റെ കൂടെ ഉണ്ടായിരുന്ന അപ്പസ്തലന്മാർ 3 പേരോടും അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ എന്നോടുകൂടി ഉണർന്നിരിക്കുവിൻ, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. പിന്നീട് ഈശോ അവരെ വിട്ട് ഏതാനും ചൂടുകൾ ഇടത്തോട് മാറി താഴേക്കിറങ്ങി പാറയ്ക്കടിയിൽ 6 അടി ആഴമുള്ള ഒരു ഗ്രോട്ടോയിൽ പോയി മറഞ്ഞിരുന്നു. ശിഷ്യന്മാരാകട്ടെ പുറത്ത് സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് കാത്തിരുന്നു. ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്തോറും ഈ ഗ്രോട്ടോ ഭൂമിയിലേക്ക് താഴ്ന്നു പോയിക്കൊണ്ടിരുന്നു. പാറയിൽ നിന്നും പുറത്തേക്ക് നീണ്ടു കിടന്നിരുന്ന വള്ളിച്ചെടികളിൽ ഒരു കർട്ടൻ പോലെ പുറത്തുള്ളവരെ ഗ്രോട്ടോയിൽ നിന്നും മറച്ചു. ഈശോ ശിഷ്യന്മാരെ വിട്ടുപോയപ്പോൾ നിരവധി ഭീകരരൂപങ്ങൾ ഈശോയ്ക്ക് ചുറ്റും അടുത്തടുത്ത് വരുന്നതായി ഞാൻ കണ്ടു. ഈശോയുടെ ദുഃഖവും മനോവേദനയും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. പ്രാർത്ഥിക്കുവാനായി ഗുഹയിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടുത്തെ ശരീരം മുഴുവൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വഴി നടന്ന് തളർന്ന യാത്രക്കാരൻ പെട്ടെന്നുണ്ടായ കൊടുങ്കാറ്റിൽ സങ്കേതസ്ഥലം അന്വേഷിക്കുന്നത് പോലെയായിരുന്നു ഈശോയുടെ അപ്പോഴത്തെ അവസ്ഥ. അപ്പോഴും ഭയാനക ദൃശ്യങ്ങൾ അവിടുത്തെ പിന്തുടർന്നുകൊണ്ടിരുന്നു. അവയുടെ തനിരൂപങ്ങൾ കൂടുതൽ വ്യക്തമായി വരികയും ചെയ്തു. ആദത്തിന്റെ വീഴ്ചയുടെ ആരംഭം മുതൽ ലോകത്തിന്റെ അവസാനം വരെയുള്ള ഭയാനകമായ എല്ലാ പാപങ്ങളും അവ അർഹിക്കുന്ന ശിക്ഷയും ഈ ചെറിയ ഗുഹയിൽ നിറഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നി. പറുദീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഭൂമിയിൽ അലഞ്ഞു നടന്നപ്പോൾ ആദ്യ മാതാപിതാക്കന്മാരായ ആദവും ഹവ്വായും ഈ ഒലിവ് മലയിലായിരുന്നു. ഇവിടെയുള്ള ഗ്രോട്ടോയുടെ മുമ്പിലായിരുന്നു അപ്പോൾ അവർ വിലപിച്ചതും കരഞ്ഞതുമെല്ലാം. ലോകത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി തന്നെ ദൈവനീതിക്ക് വിട്ടുകൊടുത്ത ഈശോ തന്റെ ദൈവത്വം ത്രിത്വത്തിലേക്ക് പ്രവേശിക്കുവാനിടയാക്കി. തന്റെ പരിശുദ്ധവും സ്നേഹനിർഭരവും നിഷ്കളങ്കവുമായ മനുഷ്യത്വത്തിൽ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിച്ച് അവാച്യമായ സ്നേഹത്തിന്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രം അതിനെ വേദനയ്ക്കും സഹനത്തിനും വിട്ടുകൊടുക്കുകയായിരുന്നു. ലോകത്തിന്റെ പാപങ്ങൾക്കും അവയുടെ എല്ലാ വൈരൂപ്യങ്ങളോടും കൂടി അവിടുത്തെ മുമ്പിൽ പ്രദർശിക്കപ്പെട്ടു. അവിടുന്ന് അവയെല്ലാം സ്വന്തമായി ഏറ്റെടുത്തുകൊണ്ട് ഭയാനകമായ കടങ്ങൾക്കെല്ലാം പരിഹാരമായി പ്രാർത്ഥനയിൽ തന്റെ ആരാധ്യമായ വ്യക്തിത്വത്തെ സ്വർഗപിതാവിന്റെ നീതിക്ക് സമർപ്പിച്ചു. എന്നാൽ ഈ ഭയാനക ദൃശ്യങ്ങൾക്കെല്ലാം മധ്യേ ആസനസ്ഥനായ സാത്താൻ സന്തോഷത്താൽ നിറഞ്ഞ് അവന്റെ ക്രോധം മുഴുവൻ യേശുവിന് നേരെ അഴിച്ചുവിട്ടു. കൂടുതൽ ഭീകര ദൃശ്യങ്ങൾ ഈശോയുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് അവ ഇപ്രകാരം ചോദിച്ചു, ഈ പാപം നീ ഏറ്റെടുക്കുമോ? ഈ പാപങ്ങൾക്കെല്ലാം പരിഹാരം ചെയ്യാൻ നീ സന്നദ്ധനാകുമോ? അപ്പോൾ പ്രകാശമാനമായ പാത പോലെ പ്രകാശകിരണങ്ങൾ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു. അത് മാലാഖമാരുടെ ഘോഷയാത്രയായിരുന്നു. ദുഃഖഭാരത്താൽ തീവ്രമായി വേദനിക്കുന്ന ഈശോയെ ആശ്വസിപ്പിക്കുവാനും ശക്തിപ്പെടുത്തുവാനുമായിരുന്നു ഈ ഘോഷയാത്ര. ഗ്രോട്ടോയുടെ ശേഷിക്കുന്ന ഭാഗങ്ങൾ മുഴുവൻ നമ്മുടെ പാതകങ്ങളുടെ ഭയാനകമായ ദൃശ്യങ്ങളായിരുന്നു. ഈശോ അവയെല്ലാം സ്വയം ഏറ്റെടുത്തു. എന്നാൽ ദൈവത്തോടും മനുഷ്യരോടുമുള്ള സ്നേഹത്താൽ നിറഞ്ഞിരുന്ന ആരാധ്യമായ അവിടുത്തെ ഹൃദയത്തിൽ വേദന കരകവിഞ്ഞൊഴുകി. ഹീനകൃത്യങ്ങളുടെ ഭാരത്തിനടിയിൽ അവിടുന്ന് അമർന്നു. ഈ ഭീകര ദുഷ്കൃത്യങ്ങളുടെ എല്ലാം ഭാരം നില കാണാത്ത സമുദ്രത്തിലെ തിരമാലകൾ പോലെ എണ്ണമറ്റ പ്രലോഭനങ്ങൾ അവിടുത്തെ മുമ്പിൽ വെച്ച് കുറ്റാരോപണങ്ങൾ നടത്തി. പിശാച് ചോദിച്ചു, കളങ്കരഹിതനല്ലാതിരിക്കെ ഇതെല്ലാം നീ ഏറ്റെടുക്കുമോ? ഇതിനുശേഷം അവൻ സ്വന്തം ഭാവനയിൽ മെനഞ്ഞെടുത്ത കുറ്റങ്ങളുടെ ഒരു നിര തന്നെ നാരകീയ പാരുഷ്യത്തോടെ യേശുവിന്റെ മേൽ ആരോപിച്ചു. ശിഷ്യന്മാരുടെ തെറ്റുകളെ കുറിച്ചും അതുവഴി ഉണ്ടാക്കിയ ഉതപ്പുകളെ കുറിച്ചും പൂർവിക പാരമ്പര്യങ്ങൾ ഉപേക്ഷിക്കുക വഴി ലോകത്തിലുണ്ടായ അസ്വസ്ഥതകളെ കുറിച്ചും
പിശാച് അവിടുത്തെ കുറ്റപ്പെടുത്തി. തികച്ചും സൂത്രശാലിയും കർക്കശനുമായ ഒരു ഫരിസേയൻ പോലും ഇത്തരത്തിൽ കുറ്റാരോപണം നടത്തുമായിരുന്നില്ല. നിഷ്കളങ്ക ശിശുക്കളുടെ കൂട്ടക്കൊലയ്ക്ക് കാരണമാക്കിയെന്നും ഈജിപ്തിലേക്കുള്ള പലായനം വഴി തന്റെ മാതാപിതാക്കൾക്കുണ്ടായ സഹനങ്ങൾക്കെല്ലാം ഉത്തരവാദി അവിടെ നിന്നാണെന്നും ആരോപിച്ച് വീണ്ടും ആക്രമണം തുടർന്നു. സ്നാപക യോഹന്നാനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാതിരുന്നതിനും കുടുംബങ്ങളിൽ അനൈക്യമുണ്ടാക്കിയതിനും നികൃഷ്ട സ്വഭാവക്കാർക്ക് സംരക്ഷണം നൽകിയതിനും കുറ്റപ്പെടുത്തി. എല്ലാ രോഗികളെയും സുഖപ്പെടുത്താതിരുന്നതിനും പിശാചു ബാധിതരായ ആളുകൾ വീപ്പുകൾ മറിച്ച് ഗർഗസ നിവാസികളെ ദ്രോഹിച്ചതിനും പിശാചുക്കളെ പന്നികളിലേക്ക് വിട്ട് അവ കടലിൽ ചാകാനിടയാക്കിയതിനും സ്വന്തം കുടുംബം വിട്ടുപോയതിനും മറ്റുള്ളവരുടെ സ്വത്ത് ദുർവ്യയം ചെയ്തതിനുമെല്ലാം അവൻ ഈശോയെ കുറ്റപ്പെടുത്തി. ചുരുക്കി പറഞ്ഞാൽ, മനുഷ്യാതീതമായ ഉദ്ദേശശുദ്ധി കൂടാതെ ഇക്കാര്യങ്ങൾ ചെയ്തിരിക്കാവുന്ന ഏതൊരാളെയും തന്റെ മരണവേളയിൽ പരീക്ഷയിൽ ഉൾപ്പെടുത്താൻ പര്യാപ്തമായ എല്ലാ പ്രലോഭനങ്ങളും യേശുവിനെ ചഞ്ചലചിത്തനാക്കാമെന്ന പ്രതീക്ഷയോടെ പിശാച് അവിടുത്തെ മുമ്പിൽ കൊണ്ടുവന്നു. കാരണം ഈശോ ദൈവപുത്രനാണെന്ന സത്യം അവനിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരുന്നു. മനുഷ്യരിൽ ഏറ്റവും നീതിമാൻ എന്ന നിലയിലാണ് അവൻ അവിടുത്തെ പരീക്ഷിച്ചത്. യേശു തന്റെ മാനുഷികതയ്ക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ദൈവികതയെ പിതാവിന് സമർപ്പിക്കുവാൻ സന്നദ്ധനായി. കാരണം ഈ പരീക്ഷകളെല്ലാം സഹിക്കാൻ തീരുമാനിക്കുക വഴി പരിശുദ്ധരായ ആത്മാക്കൾക്ക് പോലും തങ്ങളുടെ സൽപ്രവൃത്തികളുടെ മൂല്യത്തെപ്പറ്റി മരണസമയത്ത് അനുഭവപ്പെടാവുന്ന പ്രലോഭനങ്ങൾ സ്വന്തമായി അനുഭവിക്കുവാൻ അവിടുന്ന് ആഗ്രഹിച്ചു. രക്ഷകന്റെ യോഗ്യതകളോടുള്ള ഐക്യത്തിൽ നിന്ന് ലഭിക്കുന്നതിൽ കൂടുതലായി എന്തെങ്കിലും പ്രത്യേക മൂല്യം സ്വന്തം സൽകൃത്യങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നവർ നേരിടേണ്ടി വരുന്ന പ്രലോഭനങ്ങളെ അവിടുത്തെ മനുഷ്യത്തിൽ നിന്ന് ഏറ്റെടുത്തു. അങ്ങനെ സഹനത്തിന്റെ കാസ പൂർണ്ണമായും അവിടുന്ന് കുടിച്ചു തീർക്കുകയായിരുന്നു. ദുഷ്ടാരൂപിയുടെ ദൃഷ്ടിയിൽ കുറ്റാരോപണത്തിന് ഇടം കൊടുക്കാത്ത ഒരു പ്രവൃത്തി പോലും യേശുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. മറ്റു കാര്യങ്ങൾക്ക് പുറമെ മഗ്ദലും എന്ന സ്ഥലത്ത് മേരി മഗ്ദലനയ്ക്കുണ്ടായിരുന്ന സ്വത്തിന്റെ വില ലാസറിൽ നിന്ന് സ്വീകരിച്ച് ചിലവഴിച്ചതിനെ പറ്റിയും അവൻ യേശുവിനെ കുറ്റപ്പെടുത്തി. യേശു ഏറ്റെടുത്ത ലോകപാപങ്ങളുടെ കൂടെ എന്റെ തന്നെ പാപങ്ങളും ഞാൻ കണ്ടു. വളരെ വ്യക്തമായി എനിക്ക് കാണത്തക്ക വിധം അവ ഓരോന്നും കർത്താവിനെ വലയം ചെയ്തിരുന്ന പരീക്ഷകളുടെ മധ്യത്തിൽ നിന്ന് ഒരു അരുവിയിലൂടെ എന്ന വണ്ണം എന്റെ നേരെ ഒഴുകി വന്നു. ഈ സമയം കണ്ണുകൾ സ്വർഗീയ മണവാളന്റെ നേർക്ക് തിരിച്ച് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അവിടത്തോടൊപ്പം ആശ്വസിപ്പിക്കുന്ന മാലാഖമാരുടെ നേർക്ക് ഞാനും നോക്കി. നമ്മുടെ ദിവ്യനാഥൻ ഈ സമയം വേദനയിലും സഹനത്തിലും പുളയുകയായിരുന്നു. ഈശോയ്ക്കെതിരായി പിശാച് തുടരെ കുറ്റാരോപണങ്ങൾ നടത്തിയപ്പോൾ എന്നിലുണ്ടായ കോപം നിയന്ത്രിക്കുന്നതിൽ ഞാൻ വളരെ ക്ലേശിച്ചു. എന്നാൽ മഗ്ദലേന്റെ സ്വത്ത് വിറ്റതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് പ്രതികരിക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ല. ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഈ സ്വത്ത് വിറ്റതിനെ പറ്റി നിനക്ക് അവിടുത്തെ എങ്ങനെ കുറ്റപ്പെടുത്താനാകും? ലാസർ നൽകിയ പണം കൊണ്ട് തീർസായിലെ തടവറയിൽ നിന്ന് 27 കടക്കാരെ മോചിപ്പിക്കുകയും മറ്റു കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുകയും ചെയ്തത് ഞാൻ തന്നെ കണ്ടതാണ്. ഈശോ മുട്ടുകുത്തി പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ വളരെ ശാന്തനായി കാണപ്പെട്ടു. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ നേർക്കുള്ള മനുഷ്യരുടെ എണ്ണമറ്റ തെറ്റുകളും നന്ദിയില്ലായ്മയും കണ്ട് അവിടുത്തെ ആത്മാവ് വളരെയധികം ദുഃഖിക്കുകയും ഞെട്ടിവിറയ്ക്കുകയും ചെയ്തു. അവിടുന്ന് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചു, പിതാവേ, സാധ്യമെങ്കിൽ ഈ കാസ എന്നെ കടന്നു പോകട്ടെ. പിതാവേ, അങ്ങേക്ക് എല്ലാ കാര്യങ്ങളും സാധ്യമാണ്. ഈ കാസ എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. എന്നാൽ അടുത്ത നിമിഷത്തിൽ അവിടുന്ന് കൂട്ടിച്ചേർത്തു, എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. മനുഷ്യ സ്വഭാവത്തിന്റെ എല്ലാ ബലഹീനതകൾക്കും തന്നെ വിട്ടുകൊടുക്കണമെന്നാണ് പിതാവിന്റെ സ്നേഹം ആഗ്രഹിക്കുന്നത് കണ്ട് അവിടുത്തെ ഇഷ്ടത്തിന് യേശു വഴങ്ങി. അവിടുന്ന് മുട്ടുകുത്തി നിന്ന ഗുഹയുടെ ഉൾഭാഗം ഭീകരരൂപങ്ങളാൽ നിറഞ്ഞിരിക്കുന്നതും മനുഷ്യകുലത്തിന്റെ സകല പാപങ്ങളും നന്ദികേടും അവിടുത്തെ പീഡിപ്പിക്കുന്നതും ഞെരുക്കി വീഴ്ത്തുന്നതും ഞാൻ കണ്ടു. പാപപരിഹാരാർത്ഥം തനിക്ക് ഏറ്റെടുക്കേണ്ടിയിരിക്കുന്ന സഹനങ്ങളുടെ ആധിക്യവും മരണഭീതിയും ഭീകര ദൃശ്യങ്ങളുടെ രൂപത്തിൽ അവിടുത്തെ ദൈവിക വ്യക്തിത്വത്തിന്മേൽ ആഞ്ഞടിച്ചു. ശരീരം വിയർപ്പ് തുള്ളികൾ കൊണ്ട് നനഞ്ഞു. അവിടുന്ന് ഞെട്ടിവിറച്ചുകൊണ്ടിരുന്നു. സാവകാശം ഈശോ തന്റെ വിറയ്ക്കുന്ന മുട്ടുകൾ ഊന്നി ബന്ധപ്പെട്ട് എഴുന്നേറ്റു. അപ്പോൾ അവിടുത്തെ മുഖവും ചുണ്ടുകളും വെളുത്തു വിളറി കാണപ്പെട്ടു. സമയം ഏകദേശം 10:30 മണിയായിരുന്നു. വിയർപ്പിൽ കുളിച്ച് ദുർബലനായി വിറയ്ക്കുന്ന പാദമൂന്നി ഈശോ നടന്നു.
ഗുഹയുടെ ഇടതുവശത്തു കൂടി പ്രയാസപ്പെട്ട് കയറി അപ്പസ്തോലന്മാർ 3 പേരും ഇരുന്ന സ്ഥലത്ത് അവിടുന്ന് എത്തി. ദുഃഖവും ഉത്കണ്ഠയും മനസ്സിൽ നിറഞ്ഞ അവർ തളർന്ന് ഉറങ്ങുകയായിരുന്നു. അതികഠിനമായ ദുഃഖത്തിൽ മുഴുകിയ ഒരു വ്യക്തി തന്റെ സുഹൃത്തുക്കളെ അന്വേഷിക്കുന്നത് പോലെയും തന്റെ ആടുകൾക്ക് ആപത്ത് വരാൻ പോകുന്നത് കണ്ട് അവയുടെ അടുക്കലേക്ക് തുടക്കത്തിൽ പോകുന്ന ഇടയനെ പോലെയും യേശു സ്ലീഹന്മാരുടെ അടുത്തേക്ക് കുതിച്ചു. കാരണം അവരും സഹനത്താലും പ്രലോഭനങ്ങളാലും പരീക്ഷിക്കപ്പെടുകയാണെന്ന് ഈശോയ്ക്ക് നന്നായി അറിയാമായിരുന്നു. തന്റെ സ്ലീഹന്മാരെ അന്വേഷിച്ചു വന്ന സമയത്തും ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ അവിടുത്തെ അലട്ടിക്കൊണ്ടിരുന്നു. അവർ ഉറങ്ങുകയാണെന്ന് കണ്ടപ്പോൾ യേശു അവരുടെ അടുത്ത മുട്ടിന്മേൽ നിന്ന് വേദനയോടെ ഉത്കണ്ഠയോടെ ചോദിച്ചു, സൈമൺ, നീ ഉറങ്ങുകയാണോ? അവർ പെട്ടെന്ന് എഴുന്നേറ്റ് അവിടുത്തെ പിടിച്ചുയർത്തി. അവിടുന്ന് തന്റെ ആത്മീയ പരിത്യക്തതയിൽ അവരോട് ചോദിച്ചു, എന്ത്, 1 മണിക്കൂർ എന്നോട് കൂടി ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? ഈശോ വളരെയധികം തളർന്ന് വിവശനായി നിൽക്കുവാൻ പോലും ശക്തിയില്ലാത്തവനായി കാണപ്പെട്ടു. വിയർപ്പിൽ കുളിച്ച അവിടുത്തെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. സംസാരിക്കുവാൻ പോലും സാധിക്കാത്തതുപോലെ തോന്നി. എന്തു പറയണമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. ഒരു ദിവ്യപ്രകാശം ഈശോയെ വലയം ചെയ്തിരുന്നില്ലെങ്കിൽ അവിടുത്തെ തിരിച്ചറിയാൻ പോലും അവർക്ക് കഴിയുമായിരുന്നില്ല. യോഹന്നാൻ അവിടുത്തോട് ചോദിച്ചു, ഗുരു, അങ്ങേക്ക് എന്ത് സംഭവിച്ചു? ഞാൻ മറ്റുള്ള ശിഷ്യന്മാരെയും വിളിക്കട്ടെ, നാം ഓടി രക്ഷപ്പെടണമോ? ഈശോ മറുപടി പറഞ്ഞു, ഞാൻ 33 കൊല്ലം കൂടി ജീവിക്കുകയും പഠിപ്പിക്കുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താലും നാളെ ഈ സമയത്തിനു മുമ്പായി പൂർത്തീകരിക്കപ്പെടാൻ പോകുന്ന കാര്യം നിർവഹിക്കാൻ മതിയാവുകയില്ല. അവർ 8 പേരെയും വിളിച്ചു വരുത്തേണ്ട. കാരണം ഞാൻ വേദനയിൽ മുഴുകുന്നത് കാണുമ്പോൾ അവർക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കുക അസാധ്യം. അവർ പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോകും. കഴിഞ്ഞ കാര്യങ്ങൾ പലതും മറക്കും. അവർക്ക് എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യും. എന്നാൽ മനുഷ്യപുത്രൻ രൂപാന്തരപ്പെടുന്നത് കണ്ട നിങ്ങൾക്ക് അവൻ കാർമേഘങ്ങളാൽ മറയ്ക്കപ്പെടുന്നതും ആത്മീയ പരിത്യക്തത അനുഭവിക്കുന്നതും കണ്ടു നിൽക്കുവാൻ സാധിക്കും. എങ്കിലും പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിന്ന് പ്രാർത്ഥിക്കുവിൻ. കാരണം ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. ഈ വാക്കുകൾ അവർക്ക് ധൈര്യം പകർന്നു. തന്റെ മനുഷ്യ സ്വഭാവവും മരണത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടവും തന്റെ ബലഹീനതയുടെ കാരണവും അവരെ അറിയിക്കാൻ അവിടുന്ന് ഉദ്യമിച്ചു. ദുഃഖത്തിൽ മുഴുകിയ ഈശോ 1/4 മണിക്കൂർ സമയം അവരോടൊപ്പം ചിലവഴിച്ച് അവരോട് സംസാരിച്ചു. പ്രാർത്ഥിക്കുവാനായി അവിടുന്ന് വീണ്ടും ഗുഹയിലേക്ക് പോയി. അവിടുത്തെ മാനസിക വ്യത വർദ്ധിച്ചു വരികയായിരുന്നു. ശിഷ്യന്മാരാകട്ടെ വിലപിച്ചുകൊണ്ട് അവിടുത്തെ നേർക്ക് കൈകൾ നീട്ടുകയും തമ്മിൽ ആശ്ലേഷിച്ചുകൊണ്ട് ഇപ്രകാരം ചോദിക്കുകയും ചെയ്തു, ഇതെന്തായിരിക്കാം? എന്താണ് ഗുരുവിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടുന്ന് ആകെ തളർന്ന അവസ്ഥയിലാണെന്ന് തോന്നുന്നു. അവർ തങ്ങളുടെ ശിരസ് മൂടി വേദനയോടും ഉത്കണ്ഠയോടും കൂടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഈശോ ഒലിവ് തോട്ടത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഏതാണ്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിരുന്നു. എന്നോട് കൂടി 1 മണിക്കൂർ ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ലയോ എന്ന് അവിടുന്ന് ചോദിക്കുന്നതായി വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു എന്നത് ശരി തന്നെ. എന്നാൽ അവിടുത്തെ വാക്കുകൾ അക്ഷരാർത്ഥത്തിലോ നാം സമയം കണക്കാക്കുന്ന രീതിയിലോ അല്ല മനസ്സിലാക്കേണ്ടത്. ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന 3 അപ്പസ്തോലന്മാരും ആദ്യം ഏറെ നേരം പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവത്തിൽ വേണ്ടത്ര ആശ്രയിക്കാത്തത് മൂലം അവർ പ്രലോഭിതരാകുകയും ഉറങ്ങുകയും ചെയ്തു. തോട്ടത്തിന് പുറത്തായിരുന്ന മറ്റു ശിഷ്യന്മാർ 8 പേരും ഉറങ്ങിയില്ല. കാരണം ദുഃഖവും വേദനയും നിറഞ്ഞ കർത്താവിന്റെ അവസാന വാക്കുകൾ അവരുടെ ഹൃദയങ്ങളെ ദുസ്സൂചനകൾ കൊണ്ട് നിറച്ചതിനാൽ അപകടസന്ധിയിൽ അഭയം പ്രാപിക്കുന്നതിനുള്ള സ്ഥലം തേടി അവർ ഒലിവ് മലയിൽ ചുറ്റി നടന്നു. ജെറുസലേം പട്ടണം വളരെ ശാന്തമായിരുന്നു. യഹൂദർ തിരുനാളിനുള്ള ഒരുക്കത്തിലായിരുന്നു. എന്നാൽ ഈശോയുടെ ചില സ്നേഹിതന്മാരും ശിഷ്യന്മാരും ഉത്കണ്ഠ നിറഞ്ഞ മുഖഭാവത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും എന്തോ വലിയ സംഭവം പ്രതീക്ഷിച്ചാലെന്ന പോലെ ഗൗരവപൂർവ്വം പരസ്പരം സംസാരിക്കുന്നതും ഞാൻ കണ്ടു. നമ്മുടെ കർത്താവിന്റെ അമ്മ മഗ്ദലേന, മർത്ത, ക്ലെയോഫാസിന്റെ ഭാര്യ മറിയം, സലോമി എന്നിവർ അത്താഴമുറിയിൽ നിന്ന് മർക്കോസിന്റെ അമ്മയായ മേരിയുടെ വീട്ടിലേക്ക് പോയി. പ്രചരിച്ചു കൊണ്ടിരുന്ന വാർത്തകൾ കേട്ട് ഭയന്ന മറിയം ഈശോയെ പറ്റിയുള്ള വിവരം അറിയുവാൻ സുഹൃത്തുക്കൾക്കോടൊപ്പം പട്ടണത്തിലേക്ക് തിരിച്ചു പോകുവാൻ ആഗ്രഹിച്ചു. ലാസറും നിക്കോദമസും അരിമത്ഥ്യക്കാരൻ ജോസഫും ഹെബ്രോണിൽ നിന്നുള്ള ചില ബന്ധുക്കളും മേരിയെ ആശ്വസിപ്പിക്കുവാനായി വന്നു. യേശു അത്താഴമുറിയിൽ വെച്ച് നടത്തിയ ദുഃഖകരമായ പ്രവചനങ്ങളെ പറ്റി കേട്ടിരുന്ന അവർ തങ്ങളുടെ പരിചയക്കാരായ ചില
ഫരിസേയരോട് അന്വേഷിക്കുകയും തൽക്കാലത്തേക്ക് യേശുവിനെതിരെ ഗൂഢാലോചനകളൊന്നുമില്ലെന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു. യൂദാസിന്റെ വഞ്ചനയെപ്പറ്റി ഒരു അറിവും ഇല്ലാതിരുന്ന അവർ വലിയ ആപത്തൊന്നും ഇപ്പോൾ സംഭവിക്കുകയില്ലെന്നും തിരുനാൾ ഏറ്റവും അടുത്തെത്തിയതിനാൽ അത് കഴിയുന്നതുവരെയെങ്കിലും യേശുവിന്റെ ശത്രുക്കൾ അവിടുത്തെ ആക്രമിക്കുകയില്ലെന്നും മേരിക്ക് ഉറപ്പു നൽകി. യൂദാസ് എത്ര അസ്വസ്ഥനും സമാധാനരഹിതനുമായി അടുത്ത വേളകളിൽ കാണപ്പെട്ടുവെന്നും അയാൾ എപ്രകാരമാണ് പെട്ടെന്ന് അത്താഴ്മുറി വിട്ടിറങ്ങി പോയതെന്നും മേരി അവരോട് പറഞ്ഞു. ഈശോയെ ഒറ്റുകൊടുക്കുവാനാണ് അയാൾ പോയതെന്ന കാര്യത്തിൽ അവൾക്കൊരു സംശയവും ഇല്ലായിരുന്നു. അയാൾ നാശത്തിന്റെ സന്തതിയാണെന്ന് അവൾ പലപ്പോഴും അവന് മുന്നറിയിപ്പും നൽകിയിരുന്നു. ആശ്വാസം ലഭിക്കാതെ ഗുഹയിലേക്ക് തിരിച്ചുപോയ ഈശോ നിലത്ത് കമിഴ്ന്നു വീണ് കൈകൾ നീട്ടി നിത്യപിതാവിനോട് പ്രാർത്ഥിച്ചു. എന്നാൽ 3/4 മണിക്കൂറോളം നീണ്ടുനിന്ന പോരാട്ടത്തിന് അവിടുത്തെ ആത്മാവ് വീണ്ടും വിധേയമാകേണ്ടിയിരുന്നു. പാപത്തിന് പരിഹാരം ചെയ്യുവാനായി അവിടുന്ന് ഏറ്റെടുക്കാനിരുന്ന പീഡകളെല്ലാം ദർശനങ്ങളുടെ ഒരു പരമ്പരയിലൂടെ മാലാഖമാർ കാണിച്ചു കൊടുത്തു. ദൈവത്തിന്റെ ഛായയിൽ ഉരുവാക്കപ്പെട്ട മനുഷ്യൻ പാപത്തിൽ നിബന്ധിക്കുന്നതിന് മുമ്പ് എത്ര മനോഹര സൃഷ്ടിയായിരുന്നുവെന്നും പാപം ലോകത്തിലേക്ക് പ്രവേശിച്ചതോടെ ആ രൂപം എങ്ങനെ വിരൂപമായി വികലമാകപ്പെട്ടുവെന്നും അവിടത്തേക്ക് ദൃശ്യമായി. ആദത്തിന്റെ തെറ്റിൽ ലോകത്തിന്റെ പാപം എങ്ങനെ ഉത്ഭവിച്ചുവെന്നും വിഷയാസക്തിയുടെ അർത്ഥം എന്തിൽ അടങ്ങിയിരിക്കുന്നുവെന്നും ആത്മാവിന്റെ ശക്തികളിൽ അത് ഉളവാക്കുന്ന ഭീകരഫലങ്ങളും സഹനങ്ങളുടെ സാരാംശവും അവിടുന്ന് കണ്ടു. ദൈവനീതിക്ക് അവിടുന്ന് സമർപ്പിക്കേണ്ടിയിരിക്കുന്ന പരിഹാരമെന്തെന്നും മനുഷ്യകുലത്തിന്റെ മുഴുവൻ വിഷയാസക്തിയുടെ ഫലമായി ഉണ്ടാകുന്ന സഹനങ്ങളെല്ലാം ഉൾക്കൊള്ളത്തക്ക വിധം ആത്മാവിലും ശരീരത്തിലും അവിടുന്ന് അനുഭവിക്കേണ്ടിയിരിക്കുന്ന സഹനത്തിന്റെ തീവ്രത എന്തെന്നും മാലാഖമാർ അവതരിപ്പിച്ചു. കാരണം മനുഷ്യകുലത്തിന്റെ മുഴുവൻ കടവും പാപക്കറ പുരളാത്ത ഏക മനുഷ്യത്വത്താൽ ദൈവപുത്രന്റെ മനുഷ്യത്വത്താൽ കൊടുത്തു വീട്ടേണ്ടിയിരുന്നു. വിവിധങ്ങളായ രീതികളാണ് മാലാഖമാർ ഇതിനായി സ്വീകരിച്ചത്. ശബ്ദമൊന്നും കേട്ടില്ലെങ്കിലും അവർ പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. യേശുവിന്റെ ആത്മാവ് അനുഭവിച്ച വേദന വിവരിക്കുവാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല. സഹനത്തിന്റെ തീവ്രതയാൽ തന്റെ ശരീരത്തിലെ ഓരോ രോമകൂപത്തിലൂടെയും രക്തം വിയർപ്പായി പുറത്തു വന്നു. ക്രിസ്തുവിന്റെ ആരാധ്യമായ മനുഷ്യത്വം അതികഠിനമായ സഹനത്തിന് വിധേയമായി. സഹാനുഭൂതി നിറഞ്ഞ മാലാഖമാർ അവിടുത്തെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്നതും അതിനായി ദൈവപിതാവിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നതും ഞാൻ കണ്ടു. ഒരു നിമിഷം ദൈവനീതിയും കാരുണ്യവും സ്വയം ബലിയായി തീർന്നുകൊണ്ടിരുന്ന സ്നേഹവും തമ്മിൽ വടംവലി നടക്കുന്നത് പോലെ തോന്നി. ദൈവത്തിന്റെ പ്രതിരൂപം കാണുന്നതിനുള്ള കൃപ എനിക്ക് ലഭിച്ചു. നേരത്തെ കണ്ടിരുന്നത് പോലെ സിംഹാസനത്തിനായിട്ടല്ല, പ്രകാശപൂരിതമായ രൂപത്തിൽ പുത്രന്റെ ദൈവത്വം പിതാവിൽ അവിടുത്തെ ഹൃദയത്തിലേക്ക് പിൻവലിഞ്ഞിരിക്കുന്നതായി ഞാൻ കണ്ടു. ഒരു വിധത്തിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുറപ്പെട്ട് അവരുടെ മധ്യയായിരുന്നു. എങ്കിലും അവർ ഒരു ദൈവം മാത്രമായിരുന്നു. എന്നാൽ ഇതെല്ലാം വർണ്ണനാതീതമാണ്. വ്യക്തരൂപങ്ങളിലുള്ള ദർശനങ്ങളെക്കാൾ ആന്തരികമായ ഒരു കാഴ്ചയായിരുന്നു ഇവയെല്ലാം. തന്നിൽ നിന്ന് ഒഴിവാക്കുന്നതിനായി അവിടുത്തെ മനുഷ്യ മനസ്സ് പിതാവിനോട് പ്രാർത്ഥിച്ച സഹനങ്ങളെല്ലാം തന്റെ മനുഷ്യത്വത്തിൽ മാത്രം വന്നുപതിക്കാൻ അനുവദിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ദൈവിക മനസ്സ് പിതാവിലേക്ക് പിൻവലിഞ്ഞതായി എനിക്ക് കാണപ്പെട്ടു. മാലാഖമാർ ഈശോയെ ആശ്വസിപ്പിക്കുന്നതിന് ആഗ്രഹിക്കുകയും യഥാർത്ഥത്തിൽ അവിടുന്ന് തല്ലൊരു ആശ്വാസം അനുഭവിക്കുകയും ചെയ്തപ്പോഴാണ് ഞാനിത് ദർശിച്ചത്. ഉടനെ എല്ലാം അപ്രത്യക്ഷമായി. മാലാഖമാർ ഈശോയുടെ അടുത്തു നിന്നും പിന്മാറി. അവിടുത്തെ ആത്മാവ് പുതിയ ആക്രമണങ്ങൾക്ക് ഇരയാകാൻ തുടങ്ങുകയായിരുന്നു. സഹനത്തോടും മരണത്തോടും മനുഷ്യ പ്രകൃതിക്കുള്ള നിയന്ത്രണാതീതമായ വൈമുഖ്യം അനുഭവിക്കുവാനും അതിജീവിക്കാനും ഒലിവ് തോട്ടത്തിൽ വെച്ച് നമ്മുടെ ദിവ്യരക്ഷകൻ തിരുമനസ്സായി കഴിഞ്ഞപ്പോൾ പരിശുദ്ധമായ ഒരു ലക്ഷ്യത്തിനു വേണ്ടി തന്നെ ഹോമബലിയാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരോടും ചെയ്യുന്നത് യേശുവിനോടും ചെയ്യാൻ പ്രലോഭകൻ അനുവദിക്കപ്പെട്ടു. പീഡാസഹനത്തിന്റെ ആദ്യപടിയിൽ നമ്മുടെ കർത്താവ് വീട്ടേണ്ടിയിരുന്ന പാപങ്ങളുടെ ബാധ്യത എത്രയെന്ന് സാത്താൻ അവിടുത്തെ മുമ്പിൽ അവതരിപ്പിക്കുകയും യേശുവിന്റെ തന്നെ പ്രവർത്തനങ്ങളിൽ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ഹീനശ്രമം നടത്തുകയും ചെയ്തു. രണ്ടാം ഘട്ടത്തിൽ ദൈവനീതി ആവശ്യപ്പെടുന്ന പരിഹാര സഹനങ്ങളെ അതിന്റെ എല്ലാ വ്യാപ്തിയിലും തിക്തതയിലും യേശു കണ്ടു. മാലാഖയായിരുന്നു ഇത് വ്യക്തമാക്കിയത്. കാരണം പരിഹാരം സാധ്യമാണെന്ന് കാണിക്കുക സാത്താന്റെ ജോലിയല്ല,
ദൈവകാരുണ്യത്തിന്റെ പ്രവൃത്തികൾ, നുണയുടെയും നിരാശയുടെയും പിതാവായ അവൻ മനുഷ്യരുടെ മുമ്പിൽ ഒരിക്കലും പ്രദർശിപ്പിക്കുകയില്ല. തന്റെ മനസ്സിനെ പിതാവിന് പൂർണ്ണമായി വിധേയമാക്കിക്കൊണ്ട് യേശു ഈ ആക്രമണങ്ങളെല്ലാം വിജയകരമായി ചെറുത്തു നിന്നു. അപ്പോൾ പുതിയതും പേടിപ്പെടുത്തുന്നതുമായ ദർശനങ്ങളുടെ ഒരു പരമ്പര അവിടുത്തെ കൺമുമ്പിൽ തുറന്നു വയ്ക്കപ്പെട്ടു. അത്യുദാത്തമായ ആത്മാർപ്പണത്തിന് തൊട്ടുമുമ്പ് ഏതൊരു മനുഷ്യനും അനുഭവപ്പെടുന്ന സംശയവും ഉത്കണ്ഠയും നമ്മുടെ കർത്താവിന്റെ ആത്മാവിൽ ഉദിക്കുകയും ഈ ചോദ്യം അവിടുന്ന് തന്നോട് തന്നെ ചോദിക്കുകയും ചെയ്തു: ഈ ആത്മാർപ്പണത്തിൽ നിന്ന് എന്ത് നന്മയാണ് ഉണ്ടാകുക? ഉടനെ തന്നെ ഭാവിയുടെ ഭീകരമായ ഒരു ചിത്രം കൺമുമ്പിൽ തുറന്നു വയ്ക്കപ്പെടുകയും അവിടുത്തെ മൃദുല ഹൃദയം വേദനയിൽ ആണ്ടുപോകുകയും ചെയ്തു. ദൈവം ആദ്യ മനുഷ്യനായ ആദത്തെ സൃഷ്ടിച്ചു. അവന് ഗാഠനിദ്ര നൽകിയ ശേഷം ഒരു വാരിയെടുത്ത് അവന് ഇണയും തുണയുമായ ഹവ്വായെ സൃഷ്ടിച്ചു. എല്ലാവരുടെയും അമ്മ അവളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ആദം ഉദ്ഘോഷിച്ചു: ഇതാ എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും. അതിനാൽ ഒരു മനുഷ്യൻ തന്റെ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയുമായി ചേരുകയും അവർ ഒരു ശരീരമായി മാറുകയും ചെയ്യും. ഇത് ഒരു വലിയ കുദാശയാണ്. രണ്ടാമത്തെ ആദമായ ഈശോ തന്നെ ഉറക്കത്തിന് വിട്ടുകൊടുത്തു, കുരിശിലെ മരണമാകുന്ന ഉറക്കത്തിന്. കൂടാതെ തന്റെ പാർശ്വം തുറക്കുന്നതിനും അനുവദിച്ചു. അതുവഴി രണ്ടാമത്തെ ഹവ്വ, തിരുസഭ, ജീവിക്കുന്നവരുടെ എല്ലാം അമ്മ രൂപം കൊണ്ടു. ഭൂമിയിൽ സാക്ഷ്യം വഹിക്കുന്നതിനായി വീണ്ടെടുപ്പിന്റെ രക്തവും ശുദ്ധീകരിക്കുന്ന ജലവും തന്റെ അരുവിയും ഈശോ അവൾക്ക് നൽകി. സദാകാലം അവൾ നിർമ്മലയും പരിശുദ്ധയും കളങ്കരഹിതയുമായിരിക്കാൻ വേണ്ടി വിശുദ്ധ കുദാശകൾ പ്രദാനം ചെയ്തു. അവൻ അവളുടെ ശിരസ്സാകുന്നു. നമ്മളാകട്ടെ ശിരസിനെ കീഴ്പ്പെട്ടിരിക്കുന്ന അവളുടെ അംഗങ്ങളും, അതായത് അവിടുത്തെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും. നമുക്ക് വേണ്ടി മരണം വരിക്കുവാനായി മനുഷ്യ സ്വഭാവം സ്വീകരിക്കുക വഴി അവിടുന്ന് നിത്യപിതാവിനെ വിട്ട് തന്റെ മണവാട്ടിയായ സഭയോട് ചേർന്നു. അൾത്താരയിലെ ആരാധ്യമായ കുദാശകൾ വഴി അവളെ തീറ്റിപ്പോറ്റുകയും അതേ മാർഗത്തിലൂടെ നമ്മോട് നിരന്തരം ഒന്നു ചേരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അവളുടെ ഗണത്തിൽ നാം എല്ലാവരും ഒന്നു ചേരുന്നതുവരെ ഭൂമിയിൽ തന്റെ സഭയോടുകൂടി ആയിരിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പറയുന്നു: നരകവാതിലുകൾ അവൾക്ക് എതിരായി പ്രബലപ്പെടുകയില്ല. പാപികളോടുള്ള അവാച്യമായ സ്നേഹത്താൽ പ്രേരിതനായി നമ്മുടെ കർത്താവ് മനുഷ്യനായി തീരുകയും സഹോദരനായി തീർന്നുകൊണ്ട് പാപങ്ങൾക്ക് അറിയിക്കുന്ന ശിക്ഷ തന്റെ മേൽ ഏറ്റെടുക്കുകയും ചെയ്തു. ഈ പാപങ്ങൾക്കെല്ലാം പരിഹാരം ചെയ്യാനായി താൻ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്ന സഹനങ്ങളെ പറ്റി മനോവ്യതയോടെ അവിടുന്ന് ധ്യാനിച്ചു കഴിഞ്ഞു. എങ്കിലും സന്തോഷത്തോടെ അവിടുന്ന് തന്നെ ഒരു വലിയ വസ്തുവായി സ്വർഗപിതാവിന് സമർപ്പിച്ചു. ഇപ്പോഴാകട്ടെ തന്റെ സ്വർഗീയ വധുവിന്റെ ഭാവി സഹനങ്ങളും സമരങ്ങളും മുറിവുകളും അവിടുന്ന് കൺമുമ്പിൽ കാണുകയാണ്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന്റെ നന്ദിഹീനത ഇവിടെ ഈശോ ദർശിക്കുകയാണ്. തന്റെ സ്നേഹിതന്മാരും ശിഷ്യന്മാരും അപ്പസ്തോലന്മാരും അനുഭവിക്കാൻ പോകുന്ന വേദനകൾ ഈശോ കൺമുമ്പിൽ ദർശിച്ചു. ആദിമസഭയുടെ ആരംഭവും പാഷണ്ഡതകളും പിളർപ്പുകളും അവിടുന്ന് ദർശിച്ചു. അഹങ്കാരവും അനുസരണക്കേടും വഴി സഭാമക്കൾ ആദത്തിന്റെ പാപം ആവർത്തിക്കുന്ന കാഴ്ച, എണ്ണമറ്റ ക്രൈസ്തവരുടെ തീഷ്ണതയില്ലായ്മ, പരദ്രോഹം, ധർമ്മച്യുതി എന്നിവയ്ക്ക് പുറമെ അഹങ്കാരികളായ പ്രബോധകരുടെ നുണകളും ചതികളും വൈദികരുടെ ദൈവദൂഷണപരമായ പ്രവൃത്തികളും ഓരോ പാപത്തിന്റെയും മാരകമായ പരിണത ഫലങ്ങളും അവിടുന്ന് കണ്ടു. താൻ സഹനങ്ങൾ ഏറ്റെടുത്ത് രക്തം ചിന്തി രക്ഷിക്കാൻ